പഴയൊരു ചൊല്ലുണ്ട്, നാടോടുമ്പോൾ നടുകെ ഓടണം. അപ്പം നാടോടുകയാണെങ്കിൽ അതിൽ കൂടെ ഓടാൻ നമ്മൾ തയ്യാറാവണം. പലപ്പോഴും അതിനൊരു കാരണം പറയും, എനിക്ക് തലവേദനയായിരുന്നു, എനിക്ക് പനിയായിരുന്നു, കാലിന് വയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാടോടുമ്പോൾ നമ്മൾ ഓടാതിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഈ കുട്ടികൾ നോക്കുക, അവർക്ക് അനവധി ശേഷികളുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും അവരുടെ ശേഷി കുറവേ കാണുള്ളൂ. അതുപോലും ഒരു കാരണമല്ല. അവർ രസമായിട്ട് ഈ ഭിന്നശേഷി എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ആളുകൾ പോലും, ഇന്റലക്ച്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾ പോലും ഇങ്ങനെ ഒരു ഉത്സവത്തിൽ നല്ല രസമായിട്ട് പങ്കെടുക്കുകയാണ്. അപ്പം നിങ്ങൾ പോലെയുള്ള ടീച്ചർമാർ അനവധി കാലങ്ങളിലുള്ള പഠനവും അതിനുശേഷം പ്രത്യേക ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയവരാണ്. അപ്പം ഇങ്ങനെ ഒരു കുട്ടിയെ ചിലപ്പോൾ ജന്മന അവർക്കൊരു ശേഷി ഉണ്ടായിരിക്കും, ഒരു ഭിന്നശേഷി. അത് കണ്ടെത്തി അത് പരിപോഷിപ്പിച്ചു കൊണ്ടുവന്ന് അത് വേണ്ട രീതിയിൽ വളർത്തിയെടുക്കാൻ എന്തൊക്കെയാണ് സാധാരണ ചെയ്യാറ്? ഞങ്ങൾ ആദ്യം ശ്രമിക്കുന്നത് ഇവരിൽ എന്തുണ്ട് നോക്കണം. ഇല്ലായ്മയെ ഞങ്ങൾ നോക്കുന്നില്ല, അവരിൽ ഉള്ള എന്താണ് അത് നോക്കിക്കൊണ്ട് ആ ഉള്ളതിനെ എങ്ങനെ ഇല്ലായ്മയെ പരിഹരിക്കാൻ ഉള്ളതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കി എങ്ങനെ ചെയ്യാവുന്നത്. അപ്പൊ അതിന് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ ആണോ പറയുക? അല്ല, അവരുടെ കഴിവുകള് നമ്മൾ ആദ്യം അസസ് ചെയ്യുമല്ലോ ഒരു ടീച്ചറാകുമ്പം. അതിപ്പം ഈ സ്പെഷ്യൽ ചിൽഡ്രൻ്റെ മാത്രമല്ല, നമ്മുടെ ഓരോ കുട്ടീൻ്റെ സ്കൂളിലെ 35 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. ആ 35 കുട്ടികളെയും അറിയുക എന്നുള്ളതാണ് ഒരു അധ്യാപികയുടെ ആദ്യത്തെ കഴിവ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഭിന്നശേഷി പല പേരുകളിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും കഴിവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ കഴിവ് കുറവായിരിക്കും. പക്ഷെ അവരിൽ എന്തുണ്ട് ആ കഴിവിനെ പോഷിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഓരോ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മുഖ്യധാര സമൂഹത്തിൽ എത്തിക്കുക. അവരുടെ കഴിവില്ലായ്മയുടെ കൂടെ അവർക്കൊരു പ്രത്യേക കഴിവുണ്ടാകും. ചിലപ്പോൾ ചിത്രം വരയ്ക്കാനായിരിക്കാം, ചിലപ്പോൾ അവർക്ക് പാട്ട് പാടാനായിരിക്കാം, ചിലപ്പോൾ ചില വസ്തുക്കൾ ഉണ്ടാക്കാനായിരിക്കാം, ചിലപ്പോൾ മാത്രമല്ല തന്ത്രപരമായിട്ടുള്ള, അതായത് ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിൽ വെച്ച് ഒരു പ്രത്യേക പാഠവും ഒരു കുട്ടിയിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത് ക്ലാസ് റൂമിൽ? നമ്മളെ സിസ്റ്റം തന്നെ, പഠന രീതി തന്നെ ഇപ്പം അങ്ങനെയാണ്. ഓരോ കുട്ടിയുടെയും കഴിവുകൾ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ക്ലാസ് റൂം പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ ക്ലാസ് റൂമിൽ നടക്കുമ്പം തന്നെ നമ്മുടെ സാധാരണ ക്ലാസ് ടീച്ചേഴ്സിന് തന്നെ തിരിച്ചറിയാവുന്ന രീതിയിലേക്ക് നമ്മുടെ പാഠ്യ സമ്പ്രദായം വളർന്നിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സായ ഞങ്ങൾ അവരോടൊപ്പം ചേർന്ന്, ഈ സാധാരണ സ്കൂൾ ടീച്ചേഴ്സിനോടൊപ്പം ചേർന്ന് ഈ കുട്ടികളിലെ കഴിവുകളെ കണ്ടെത്തി പോഷിപ്പിച്ച് ഇവരെ എന്ത് ചെയ്യാൻ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കുട്ടികൾ പോലും ഉണ്ടാവും. പക്ഷെ അവരെ എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് മുന്നോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. അല്ല, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വീട്ടിൽ കുറച്ച് മണിക്കൂറാണ്, അതിൽ കുറേ സമയം ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയും ചെയ്യുക. ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് ആക്റ്റീവായിട്ടുള്ള 8 മണിക്കൂർ നിങ്ങളുടെ ടീച്ചർമാരുടെ കയ്യിലാണ്. ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ കഴിവ് കണ്ടെത്തുകയാണെങ്കിൽ ആ കുട്ടി ഒരു പക്ഷേ ജീവിതം തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് എന്താ പറയുന്നത്? തീർച്ചയായിട്ടും നല്ല മാറ്റം. ഇപ്പൊ ഇവിടെ ആ ഡോൾ പിടിച്ചിരിക്കുന്ന ആ ഒരു കുട്ടിയതാ, ഒരു പലസ്തീന്റെ ഫാൻസി ഡ്രസ്സിന് ഒരുങ്ങിയിരിക്കുന്ന മോളാ, ഒട്ടും സ്പീച്ചില്ലാത്ത മോളാ. അവൾ ഇന്ന് ഇവിടുന്ന് പാട്ടാണ് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം സ്പീച്ചില്ലേ അവൾക്ക്. അവൾ ഓരോ വരിയും പഠിപ്പിച്ച് ഞാനൊരു ആക്ഷൻ സോങ് അവളെ പഠിപ്പിച്ച്. പക്ഷേ പഞ്ചായത്ത് തലത്തിൽ അത് കുറച്ചേ വന്നുള്ളൂ. പക്ഷെ ഇന്ന് നന്നായിട്ട് പാടി അവള് സെക്കൻഡായി. നോക്കൂ, ടീച്ചർമാരുടെ സന്തോഷം നോക്കൂ. ഒരു കുട്ടിയെ വേണ്ട രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഇല്ലാത്ത പോലും ഉള്ള സന്തോഷമാണ് ടീച്ചർമാർക്ക്. ഇല്ലാത്തൊരു കുട്ടീനെയാണ് നമ്മൾ ആ രീതിയിലേക്ക് ആക്കിയെടുത്തത്. മിനാന്നറിയാം അവൾക്ക്. അത്രയും ബാക്കിയുള്ള എല്ലാത്തിലും അവള് നല്ലതുണ്ട്, പക്ഷെ സ്പീച്ച് അവൾക്കില്ല. അങ്ങനെ ഒരു കുട്ടീനെയാണ് നമ്മൾ. ബേസിക് സൗണ്ട് ഉണ്ടാക്കുമോ? സൗണ്ട് ചെറിയ സൗണ്ടൊക്കെ, സൈറ്റ് വേർഡ്സ് ഒക്കെ പറയാൻ പറ്റുമോ? കുറച്ച് സ്പീച്ച് സൗണ്ട് പുറത്തേക്ക് അങ്ങ് വരുന്നില്ല. അത് നമ്മളിങ്ങനെ എക്സ്പ്രസീവ് ഡിസോർഡർ. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ആണ്, ടീച്ചേഴ്സ് അപ്ഡേറ്റ് ആണ്. ഏത് കുട്ടിയുടെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ കണക്കെടുത്ത് പഠിപ്പിച്ച് പുരോഗമിപ്പിച്ച് കൊണ്ടുവന്ന് അവരെ ശരിക്കും പ്രോഡക്റ്റീവ് ആക്കാനുള്ള ശേഷി നമ്മുടെ ടീച്ചർമാർക്കുണ്ട്. അതുകൊണ്ട് ഇനി ഒരു കാരണവും പറയണ്ട, എനിക്കത് ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാനത് ചെയ്തേ അടങ്ങൂ എന്നുള്ള ദൃഢനിശ്ചയം മാത്രം മതി. എല്ലാ കുട്ടികൾക്കും ടീച്ചർമാർക്കും നമ്മുടെ സമൂഹത്തിനൊക്കെയും എല്ലാവിധ വിജയാശംസകളും. നിങ്ങളുടെ എല്ലാ ആ തയ്യാറുണ്ടല്ലോ, റെഡിനെസ്, അത് വളരെ ശ്ലാഘനീയമാണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കുട്ടികളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.